ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രവാസി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പ്രവാസി ക്ഷേമനിധി ഓൺലൈനായിട്ട് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക, അതുപോലെ പ്രവാസി ക്ഷേമനിധിയുടെ അംശാദായ കാർഡ് ഓൺലൈനായിട്ട് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രവാസി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുക എന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പ്രവാസി വെൽഫെയർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. പ്രവാസി വെൽഫെയർ എന്നുള്ള ആദ്യം കാണുന്ന വെബ്സൈറ്റാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പണായി വരും. ആദ്യം കാണുന്ന ബോക്സിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനായി നിങ്ങളുടെ രാജ്യം സെലക്ട് ചെയ്യണം. ഏത് രാജ്യത്തെ മൊബൈൽ നമ്പറാണ് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത്, ആ ഒരു രാജ്യം ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എത്രയാണോ ആ ഒരു മൊബൈൽ നമ്പർ കൂടി ടൈപ്പ് ചെയ്യുക. ശേഷം വരുന്ന ഭാഗത്ത് നിങ്ങളുടെ പാസ്വേഡ്, അതായത് അതിന് തൊട്ട് താഴെ കാണുന്ന ബോക്സിൽ നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെയായിട്ട് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ബോക്സ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതിലെന്താണോ കാണുന്നത് അത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെയുള്ള ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ മെമ്പർഷിപ്പ് നമ്പർ എല്ലാം കാണാൻ സാധിക്കും. മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഇടതുവശത്ത് കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കിതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പറിൻ്റെ രാജ്യം അതിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ട് താഴെ കാണുന്ന ബോക്സിൽ ക്യാപ്ച കോഡ്, അതിന് താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി വെരിഫിക്കേഷൻ ചെയ്യാൻ ആവശ്യപ്പെടും. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു OTP വരുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച OTP എൻ്റർ OTP എന്നൊരു ബോക്സ് ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അപ്ഡേഷൻ മൊബൈൽ നമ്പർ എന്നുള്ള താഴെയുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഒന്നുകൂടി ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കേരള പ്രവാസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.